ഗാസ സിറ്റിയിലെ ഇസ്രയേൽ ആക്രമണത്തിൽ 5 മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു. അൽ ജസീറയുടെ പലസ്തീനിലെ 2 റിപ്പോർട്ടർമാരും 3 ക്യാമറാമാൻമാരുമാണ് കൊല്ലപ്പെട്ടത്. മരിച്ചവരിൽ പ്രമുഖ റിപ്പോർട്ടറായ അനസ് അൽ ഷെരീഫും ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ ഇയാൾ ഹമാസ് പ്രവർത്തകനാണെന്നാണ് ഇസ്രയേലിന്റെ ആരോപണം. വിവരങ്ങളുമായി അജയ് സുധാ ബിജു ചേരുന്നുണ്ട്. അജയ്, മാധ്യമപ്രവർത്തകർക്ക് നേരെ പോലും ആക്രമണമുണ്ടാകുന്നു. ഇനിയും കൂടുതൽ ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? അനുശ്രീ, മുൻപ് UN ഉൾപ്പെടെ ഇസ്രായേൽ മുന്നറിയിപ്പ് കൊടുത്ത കാര്യമായിരുന്നു മാധ്യമപ്രവർത്തകർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ. UN-ന്റെ തന്നെ ഈ പാലസ്തീനിലെ പ്രതിനിധി പറയുന്നത് ഇതുവരെ മൊത്തത്തിൽ പാലസ്തീനിലാകെ 280ഓളം മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു. മാധ്യമപ്രവർത്തകർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഗാസ സിറ്റിയിലെ ഇസ്രയേൽ ആക്രമണത്തിൽ 5 മാധ്യമപ്രവർത്തകരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അൽ ജസീറയുടെ പലസ്തീനിലെ 2 റിപ്പോർട്ടർമാരും 3 ക്യാമറാമാൻമാരുമാണ് കൊല്ലപ്പെട്ടത്. മരിച്ചവരിൽ പ്രമുഖ റിപ്പോർട്ടറായ അനസ് അൽ ഷെരീഫും ഉൾപ്പെടുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വിവരം. എന്നാൽ ഇയാൾ ഹമാസ് പ്രവർത്തകനാണെന്നാണ് ഇസ്രയേലിന്റെ ആരോപണം. വിവരങ്ങളുമായി അജയ് സുധാ വിജി ചേരുന്നുണ്ട്. അജയ്, തുടരാം. നമുക്ക് ഈ വാർത്തയിലേക്ക് തന്നെ തിരികെ എത്താം. മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഗാസ സിറ്റിയിലാണ് ആക്രമണം ഉണ്ടായത്. 5 മാധ്യമപ്രവർത്തകരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അൽ ജസീറയുടെ പാലസ്തീനിലെ 2 റിപ്പോർട്ടർമാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. കൂടാതെ 3 ക്യാമറാമാൻമാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. പ്രമുഖ റിപ്പോർട്ടറായ അനസ് അൽ ഷെരീഫും ഇതിൽ ഉൾപ്പെടുന്നുവെന്ന വിവരവും പുറത്തു വരുന്നു. അജയ്, തുടരാം. അനുശ്രീ, ഇസ്രായേലിൻ്റെ ഈ ഗാസയിലുള്ള ആക്രമണങ്ങൾ തുടരുന്നതിനിടെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ആക്രമണത്തിൽ 5 മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് ദാരുണമായിട്ടുള്ള ഒരു സംഭവം വരുന്നത്. ഗാസ സിറ്റിയിലുള്ള അൽഷിഫ ആശുപത്രിയിലേക്ക് നടത്തിയിട്ടുള്ള ഒരു ആക്രമണത്തിലാണ് ഇത്തരത്തിൽ ഈ 5 മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടത്. അൽ ജസീറയുടെ പാലസ്തീനിലെ പ്രതിനിധികളാണ് ഈ കൊല്ലപ്പെട്ട 5 പേരും. ഈ ഗാസ സിറ്റിയിലുള്ള അൽഷിഫ ഹോസ്പിറ്റലിന് മുൻപിലായി ഇവർ ഒരു ടെൻറ്റ് കെട്ടിയിരുന്നു ഇവരുടെ റിപ്പോർട്ടിങ്ങിനും അതുപോലെ തന്നെ മറ്റ് ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട്. ഈ ടെൻറ്റിന് നേരെയാണ് ഇസ്രായേലി ആക്രമണം ഉണ്ടായത്. വിഷയത്തെ അപലപിച്ചുകൊണ്ട് ഇപ്പോൾ അൽ ജസീറ ആണെങ്കിലും അതുപോലെ തന്നെ മറ്റ് ഇൻ്റർനാഷണൽ കമ്മിറ്റി ഫോർ ജേർണലിസ്റ്റ് ആണെങ്കിലും അവരെല്ലാവരും രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ പലരും ഉൾപ്പെടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണമെന്ന് പറയുന്നത് ഈ ഗാസ പിടിച്ചടക്കാനുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. അതായത് ഈ ഗാസയിൽ നടക്കുന്ന കാര്യങ്ങൾ അത് പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടി ഇസ്രായേലിന്റെ തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ പ്രവർത്തനം എന്നാണ് ഏറ്റവും പുതുതായിട്ടുള്ള റിപ്പോർട്ടറായ അനസ് അൽ ഷെരീഫ് കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇത് തന്നെയായിരുന്നു ലക്ഷ്യമെന്ന് തന്നെ വേണം കരുതാൻ, അല്ലേ? അതെ, ഈ പാലസ്തീൻ്റെ ഏറ്റവും മികച്ച യുവ മാധ്യമപ്രവർത്തകനുള്ള അവാർഡ് ലഭിച്ച ഒരു റിപ്പോർട്ടർ കൂടിയാണ് അനസ് അൽ ഷെരീഫ് എന്ന് പറയുന്നത്. വെറും 28 വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രായമെന്ന് പറയുന്നത്. ഇയാളൊരു ഹമാസ് പ്രവർത്തകനാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇസ്രായേൽ പുറത്തുവിട്ട പ്രസ്താവനയിലും പറയുന്നത് ഇയാൾ ഹമാസിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നു. ഇസ്രായേൽ നടന്ന മിസൈൽ ആക്രമണത്തിൽ ഉൾപ്പെടെ ഇയാൾക്ക് പങ്കുണ്ട് എന്ന് ആരോപിച്ചു. ഹമാസിൻ്റെ ഒരു പ്രത്യേക സെല്ലിന് നേതൃത്വം നൽകുന്നത് ഇയാളാണ് എന്നുൾപ്പെടെയാണ് ഇസ്രായേൽ ഇപ്പോൾ നിലവിൽ ആരോപിക്കുന്നത്. ഇത്തരത്തിൽ ആരോപിച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയത്. ഇത് മറ്റ് വ്യാപകമായിട്ട് നടത്തിയ അറ്റാക്ക് അല്ല, ഇതൊരു ടാർഗറ്റഡ് അറ്റാക്ക് ആയിരുന്നു. ഇയാളെ വധിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ ആക്രമണം നടത്തിയത് എന്നാണ് പറയുന്നത്. ഇയാൾക്കൊപ്പം മുഹമ്മദ് ഖ്രീജെ എന്ന് പറയുന്ന മറ്റൊരു മാധ്യമപ്രവർത്തകനും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇയാളും അൽ ജസീറയുടെ പ്രതിനിധി തന്നെയാണ്. മറ്റ് 3 ക്യാമറാമാൻമാരുമാണ് കൊല്ലപ്പെട്ടത്. ഈ മരിക്കുന്നതിന് കുറച്ച് മുൻപ് വരെ ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്തിരുന്നു. അയാൾ ഏറ്റവും അവസാനമായി റിപ്പോർട്ട് ചെയ്തത് ഗാസയിൽ തുടരുന്ന ഇസ്രായേലിൻ്റെ മിസൈൽ ആക്രമണങ്ങളായിരുന്നു. ഇപ്പോൾ ഗാസയിൽ ഈ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾക്ക് അരികിൽ ഉൾപ്പെടെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ അത് ഉൾപ്പെടെ പുറത്തു കൊണ്ടുവന്നത് ഈ അനസ് അൽ ഷെരീഫായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ നിരവധി ദൃശ്യങ്ങൾ, ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ മറ്റ് ലോക മാധ്യമങ്ങൾക്ക് ലഭിച്ചത് ഇദ്ദേഹത്തിലൂടെയായിരുന്നു. അപ്പോൾ ഈ ഇപ്പോൾ UN ഉൾപ്പെടെ UN
ന്റെ പാലസ്തീനിലെ പ്രതിനിധിയാണെങ്കിലും അതുപോലെ തന്നെ കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ് ആണെങ്കിലും ആരോപിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഈ ഒരു അടിസ്ഥാനവുമില്ലാതെയാണ് ശരി, ഇസ്രായേൽ ഗാസയിൽ മാധ്യമ പ്രവർത്തകർക്ക് നേരെ പോലും ആക്രമണം ഉണ്ടായിരിക്കുന്നു, 5 മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അജയ് സുധ ബിജു ആണ് വിവരങ്ങൾ നൽകിയത്.